നൽകും. അത് മുംബൈയിൽ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവമാണ്. ഈ പ്രതിയെ പിടികൂടാനാവാതെ ഇപ്പോഴും മുംബൈ പോലീസ് വലയുകയാണ്. ആക്രമണം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളുടെ പുതിയൊരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത്ര സുരക്ഷയുള്ള, ഇത്രയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു അക്രമി കടന്നു കയറിയെങ്കിൽ എന്തും സംഭവിക്കാമെന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നില്ലേ സർക്കാരിനെ സംബന്ധിച്ച്? ശ്രീജ, 54 മണിക്കൂറായി ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട്, പക്ഷേ ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ ചില ആളുകളെ കസ്റ്റഡി എടുത്തിരുന്നു. അതിൽ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ 5 മണിക്കൂർ ഇയാളെ ചോദ്യം ചെയ്തു. അതിനുശേഷം പോലീസ് വിട്ടയക്കുകയാണ് ചെയ്തത്. കാരണം പോലീസ് തന്നെ വ്യക്തമാക്കിയ കാര്യം, ഇയാൾക്ക് ഈ സംഭവവുമായി ബന്ധമില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ഇതുകൂടാതെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ ചില ജോലികൾക്കായി വന്നിരുന്ന ചില വ്യക്തികളെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അവർക്കും ഇതിൽ ബന്ധമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പുതിയ CCTV ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കാണുന്നത് ദൃശ്യങ്ങൾ പ്രകാരം പോലീസ് പറയുന്നത് ഇയാൾ സ്ഥിരം അക്രമകാരിയാണ്, ഇത്തരത്തിൽ നിരന്തരം കുറ്റം ചെയ്യുന്ന വ്യക്തിയാണെന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. കാരണം നിരന്തരം വേഷം മാറിക്കൊണ്ട് പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന വാദം കൂടി ഇപ്പോൾ പോലീസ് നിരത്തുന്നുണ്ട്. കാരണം ആദ്യം പുറത്തു വരുന്ന ഗോവണികൾ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ടീഷർട്ട് ആയിരുന്നു ഇയാൾ ധരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായും മറ്റൊരു അതിനോട് സാമ്യം തോന്നുന്ന വ്യക്തി ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഇളം നീല നിറത്തിലുള്ള ഷർട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പോലീസിനെ കബളിപ്പിക്കാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന സംശയം ഏതായാലും അന്വേഷണ സംഘത്തിനുണ്ട്. ഏതായാലും 28 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ളൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. രാഷ്ട്രീയമായി തന്നെ വലിയ വിമർശനങ്ങൾ മഹാരാഷ്ട്ര ഭരിക്കുന്ന NDA സർക്കാർ നേരിടുകയും ചെയ്യുന്നുണ്ട്. കാരണം ശിവസേന ഇപ്പോൾ ഇന്ന് മുഖപ്രസംഗം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. സാമ്നയിലെ മുഖപ്രസംഗം മഹാരാഷ്ട്രയിൽ ക്രമസമാധാന നില തകർന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മാത്രവുമല്ല, ബോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയിലാണ് ഈ ആക്രമണം നടന്നത്. പല ബോളിവുഡ് താരങ്ങളും മുംബൈയിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സർക്കാരും പോലീസും ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.